പറഞ്ഞാൽ പ്രാദേശിക ഗവൺമെന്റുകളാണ്. ആ പ്രാദേശിക ഗവൺമെന്റുകളുടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ നാടിന്റെ വികസനം ഊട്ടി ഉറപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള നല്ല പോരാട്ടങ്ങളൊക്കെ നടന്നാലും നാടിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഓരോ ഗ്രാമപഞ്ചായത്തും എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ സ്വാഗത പ്രസംഗത്തിലൂടെയും അധ്യക്ഷ പ്രസംഗത്തിലൂടെയും സൂചിപ്പിച്ച വിശദമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ നമുക്കെല്ലാം മനസ്സിലാക്കുക, ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ആസൂത്രണ മികവോടെ പ്രവർത്തിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും ഒരു ശ്രമവും നടത്തുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ട്രിപ്പിൾ എഞ്ചിൻ സർക്കാരാണ്. ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ്, MLA കോൺഗ്രസ്, MP കോൺഗ്രസ്. അപ്പൊ ശരിക്കും വിചാരിച്ചാൽ വാരിക്കോരി വികസനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നടക്കും എന്നെല്ലാം നമുക്ക് ഒന്ന് ആഗ്രഹിക്കുമെങ്കിലും ചെയ്യാം. പക്ഷെ ഇവരെല്ലാം മത്സരിക്കുന്നത് വികസന വിരോധത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സമീപ പഞ്ചായത്തുകളിലും സമീപ നിയമസഭാ മണ്ഡലങ്ങളിലുമെല്ലാം വികസനത്തിന്റെ പുതിയ തലത്തിലേക്ക് നമ്മുടെ നാടിനെ കുതിച്ച് മുന്നേറ്റാൻ നടത്തുന്ന ശ്രമം, ആ ശ്രമങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇവിടെ വട്ടപൂജ്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പണമില്ല, പദ്ധതിയില്ല എന്നതാണ് എല്ലാവരുടെയും പരാതി. എന്നാൽ ഇവിടെ പദ്ധതികൾ സമർപ്പിച്ചതിന് അംഗീകാരം കിട്ടി, കൃത്യമായി അതിനു വേണ്ടിയിട്ട് പണം മാറ്റിവെക്കുകയും ചെയ്തിട്ട് ആ നിശ്ചിത കാലാവധിക്കുള്ളിൽ ആ ഫണ്ട് വിനിയോഗിക്കുവാനും പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ശ്രമം നടത്താത്തതിന്റെ ഭാഗമായി, കുറ്റകരമായിട്ട് അനാസ്ഥ കാണിച്ചതിന്റെ ഭാഗമായി 2003-2004 സാമ്പത്തിക വർഷം ഏകദേശം 6-7 കോടി രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചല്ലോ, 14,22 ലക്ഷം രൂപയുടെ പദ്ധതികൾ കൃത്യമായി അനുമതി നേടിയിട്ട് അതിൽ ഒരു 5-5.5 കോടി രൂപ മാത്രം ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയധികം അനാസ്ഥയുള്ള ഒരു പഞ്ചായത്ത് ഈ കേരളത്തിൽ വേറെ ഉണ്ടാകുമോ? എന്നാൽ ആ സാമ്പത്തിക വർഷം കുറവുണ്ടായി, അടുത്ത സാമ്പത്തിക വർഷം അത് പരിഹരിക്കാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ വർഷവും 14,44 ലക്ഷം രൂപ വിവിധ പദ്ധതികൾക്കായിട്ട് മാറ്റിവെക്കുന്നു. അവിടെയും ഏകദേശം 8 കോടി മാത്രമാണ് ചെലവഴിക്കുന്നത്. അവിടെയും 6.5 കോടി രൂപ ലാപ്സ് ആകുകയാണ്. ഈ 2 വർഷം കൂടി പോകുമ്പോൾ പകുതിയിലധികം തുക ലാപ്സായി പോകുന്ന ഒരു പഞ്ചായത്തായിട്ട് മാറുന്നു. എന്നാൽ 2 കൊല്ലം പോട്ടെ, 3-ാം കൊല്ലം ഒന്ന് പിടിക്കാം. തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്, ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതാണ്. എന്നാൽ പദ്ധതികൾ കൃത്യമായിട്ട് സമർപ്പിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടോ? ഗവൺമെന്റ് പറഞ്ഞു നവംബർ-ഡിസംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രപ്പോസൽ തയ്യാറാക്കണം, ഗ്രാമസഭകൾ നേരത്തെ പൂർത്തീകരിക്കണം, പദ്ധതിയുടെ നിർവഹണത്തിലേക്ക് ജൂൺ മാസത്തോടെ എൻറ്റർ ചെയ്യണം, നവംബർ കൃത്യമായി മെയ് മാസം അവസാനത്തോടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടൽ നടത്തണം. ഇവിടെ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള പ്ലാനിങ്ങും നടത്തിയിട്ടില്ല, ഒരാസൂത്രണവും നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർക്കൊക്കെ എന്താ ഒരു പരിപാടി എന്ന് ചോദിക്കേണ്ടി വരും. മത്സരിച്ച് 3 തവണ പ്രസിഡന്റിനെ മാറ്റി, കേൾക്കുന്നത് 4ാമതും പ്രസിഡന്റിനെ മാറ്റാൻ വേണ്ടി ഈ ചെറിയ കാലയളവിൽ ശ്രമം നടത്തുകയാണെന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനനുസരിച്ച് ഒരു തരത്തിലുള്ള മികവില്ലാത്ത ഒരു പഞ്ചായത്തായി, ഒരു ആസൂത്രണവും ഇല്ലാത്ത പഞ്ചായത്തായി, പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പണം ചെലവാക്കുന്ന ഒരു പഞ്ചായത്ത് എന്ന് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു മേഖലയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഇങ്ങനെയാണോ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകൾ? നമുക്കറിയാം കേരളത്തിനൊരു ചരിത്രമുണ്ട്. ആ കേരളത്തിന്റെ ചരിത്രം അടുത്ത കാലത്ത് തിരുത്തി എഴുതി LDF. അതെന്താണ് നിങ്ങൾക്കറിയാം? ആരാണോ കേരളം ഭരിക്കുന്നത് ആ മുന്നണിക്കെതിരെ വോട്ട് ചെയ്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്ന ചരിത്രമായിരുന്നു ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത്. 1950 മുതൽ ആരംഭിച്ച് നോക്കിയാൽ ജനകീയാസൂത്രണം വന്നതിന് ശേഷം എല്ലാം അതായിരുന്നു. എന്നാൽ 2020 ഡിസംബർ മാസത്തിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 1ാമത് LDF ഗവൺമെന്റ് 5 വർഷം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, അതുവരെ ആരാണോ ഭരിക്കുന്ന മുന്നണി ആ മുന്നണിക്കെതിരെ വോട്ട് ചെയ്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ തൂത്തുവാരുന്ന ചരിത്രമാണ് മറ്റു മുന്നണികൾക്കുള്ളതെങ്കിൽ 946 ഗ്രാമപഞ്ചായത്തിൽ 600 ഗ്രാമപഞ്ചായത്തും LDF വിജയിച്ചു. 14 ജില്ലാ പഞ്ചായത്തിൽ 12 LDF ജയിച്ചു. 6 കോർപ്പറേഷനുകളിൽ 5 LDF ജയിച്ചു. ബ്ലോക്ക് മുനിസിപ്പാലിറ്റികളിൽ ആധികാരികമായിട്ടുള്ള വിജയം LDF വിജയിച്ചത് ഒരു
പ്രാദേശിക ഗവൺമെന്റ് എന്ന നിലയിൽ സമൂഹത്തിനെ മുഖ്യ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ കൈപിടിച്ചുയർത്താൻ, വികസനത്തിന്റെ പുതിയ തലത്തിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്താൻ, ക്ഷേമ പദ്ധതികളുടെ വലിയ പട്ടിക നിരത്തിക്കൊണ്ട് അത് പൂർത്തീകരിക്കാൻ ഈ കേരളത്തിലെ LDF ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ഗ്രാമപഞ്ചായത്തുകളിലൂടെ, ബ്ലോക്ക് മുനിസിപ്പാലിറ്റികളിലൂടെ, ജില്ലാ പഞ്ചായത്തുകളിലൂടെ കാര്യക്ഷമമായി നടപ്പാക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ് ആധികാരികമായിട്ടുള്ള വിജയം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളം LDF ഭരിക്കുമ്പോഴും 2020 നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ 4 വർഷം പൂർത്തീകരിച്ച് 5ാം വർഷത്തിലേക്ക് പിണറായി സർക്കാർ കടന്നിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകൾ 4.5 വർഷം പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ അതിദാരിദ്ര്യ സർവേ നടത്തി. ഈ കേരളത്തിൽ പട്ടിണിയായി കിടക്കുന്ന എത്ര പേരുണ്ട് പരിശോധിച്ചു. ആ സർവേയുടെ ഭാഗമായി വീട് വീടാന്തരം കയറിയിറങ്ങി ഓരോരുത്തരെയും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി 62,000 പേർ അതിദരിദ്രരായി ഈ സംസ്ഥാനത്തുണ്ട്, പട്ടിണിയുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് കണ്ടെത്തി. അവരെ ജീവിതത്തിന്റെ തലത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നിരവധി പദ്ധതികൾ മുന്നോട്ട് വെച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നവംബർ 1 നമുക്കറിയാം, കേരള പിറവിയുടെ അന്ന് ദരിദ്രരില്ലാതെ പട്ടിണി അനുഭവിക്കുന്നവർ ഇല്ലാത്ത ഒരു നാടായി ഈ കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ ഈ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് പട്ടിണി വിമുക്തമായ, ദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറുന്നത് പഞ്ചായത്തുകളുടെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഗവൺമെന്റിന്റെ ഓരോ പദ്ധതികളും ലക്ഷ്യത്തിലെത്തിക്കാൻ നടത്തുന്ന കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ 10-15 കോടി രൂപ 2 വർഷമായി ലാപ്സാക്കി കളയുന്നു എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമായിട്ടുള്ള കുറ്റവിലോപമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം. കാരണം എത്രയോ പേർ പട്ടിണിയുള്ളവരുണ്ട്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, വിദ്യാഭ്യാസത്തിന്റെ പുതിയ തലത്തിലേക്ക് നല്ല വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്, ആരോഗ്യരംഗത്ത് പുതിയ പുതിയ സമീപനങ്ങൾ നടപ്പാക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്, അതുപോലെ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്, അതുപോലെ മറ്റു സഹായങ്ങൾ വേണ്ടവരുണ്ട്, ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീട് പൂർത്തീകരിച്ച് മുന്നേറുന്നവരുണ്ട്. അങ്ങനെ എത്രയോ ആകർഷകമായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ കഴിയും. 14 വാർഡല്ലേ ഉള്ളൂ. ആ 14 വാർഡും ഒന്ന് ശരിക്കും നോക്കി വികസനത്തിന്റെ പുതിയ നിർദ്ദേശങ്ങൾ, ഇപ്പൊ മാലിന്യ സംസ്കരണത്തിന്റെ മഹാമാതൃകകൾ, അതുപോലെ ജൈവ കൃഷി, സംയോജിത കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആകർഷകമായിട്ടുള്ള ആശയങ്ങൾ അങ്ങനെ നടപ്പാക്കി ആരോഗ്യകരമായിട്ടുള്ള മത്സരം, ആ മത്സരത്തിലൂടെ വികസനത്തിന്റെ പുതിയ തലത്തിലേക്ക് നമ്മുടെ നാടിനെ മുന്നേറ്റുക എന്നതാണ് ലക്ഷ്യം. ആ സമയത്താണ് കോടിക്കണക്കിന് രൂപ ലാപ്സാക്കി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പ്രസിഡന്റിനെ മാറ്റി, അതുപോലെ ചക്കളത്തി പോരാട്ടത്തിന്റെ പുതിയ തലത്തിലേക്ക് ട്രിപ്പിൾ എഞ്ചിൻ മിഷനുള്ള കോൺഗ്രസിന്റെ ഗവൺമെന്റ്, കോൺഗ്രസിന്റെ ഭരണ സംവിധാനം